ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മാങ്ങ ഇഞ്ചി കൊണ്ടുണ്ടാക്കുന്ന അച്ചാറാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനിവിടെ മാങ്ങ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഇപ്പോൾ ഒരു 1-1.25 കപ്പ് വരും. ഇത് ഈ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഞാൻ മാങ്ങ ഇഞ്ചി വാങ്ങണം വിചാരിച്ച് വാങ്ങിയതല്ല, ഈ അച്ചാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ സാധാരണ ഇഞ്ചി കൊണ്ടെടുത്താണ്. കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് മാങ്ങ ഇഞ്ചിയാണെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ എന്തായാലും അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇഞ്ചി അല്ലെങ്കിൽ മാങ്ങ ഇഞ്ചി ഞാൻ ഒരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1-1.25 കപ്പ് ഉണ്ട് കേട്ടോ. കട്ട് ചെയ്ത ശേഷമുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പൂൺ എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അപ്പോൾ നല്ല മുളക് പൊടിയാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി കൈ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നന്നായി പിടിക്കണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എത്തിക്കുക. നന്നായി ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ തളിക്കാൻ പോകുന്നത്. തളിച്ചെടുക്കണം. അതിനുശേഷം വളരെ ഈസിയാണ്, ഉണ്ടാക്കി വയ്ക്കാം. ഒരാഴ്ചയൊക്കെ സുഖമായി ഫ്രിഡ്ജിലിരിക്കും. ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിനി ഒരു കടുക് വറുക്കുന്ന ഒരു കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം തന്നെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കുഞ്ഞ് സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം എന്താണ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവ് വെച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നല്ലെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ ഒരു വെളുത്തുള്ളി ചതച്ചത് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ അതിലോട്ട് വെളുത്തുള്ളിയൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞുടനെ നമുക്ക് അതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ശരിക്കും മാങ്ങ കഴിക്കണം മാതിരി തന്നെ ഉണ്ട് കേട്ടോ. ഇഞ്ചിയാണെന്ന് പറയില്ല. കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കരിയാൻ നിൽക്കണ്ട. ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി കായം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് മാങ്ങ ഇഞ്ചിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ കുഞ്ഞായി ശരിക്കും നമ്മൾ മാങ്ങ അരിയണ മാതിരി തന്നെ വളരെ ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞെടുക്കാം. അല്ല, കുറച്ച് വലിയ പീസ് ഒന്നിനെ വേണമെങ്കിൽ 4 കട്ട് ചെയ്യാം. ഞാൻ ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ലെമൺ ജ്യൂസാണ്, നാരങ്ങാ നീരാണ്. ഒരു 2-3 ടീസ്പൂൺ വരണ മാതിരി ഞാൻ നാരങ്ങാ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് ഈ എണ്ണയും കടുകും ഒന്ന് ഇഞ്ചിയിലോട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് 1-1.5 ആഴ്ച സുഖമായി ഫ്രിഡ്ജിൽ സുഖമായിരിക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് യൂസ് ചെയ്യാം, വേണ്ടപ്പോൾ യൂസ് ചെയ്യാം എന്നാണ്. അപ്പം എണ്ണയും കടുകും എല്ലാ ഭാഗത്തേക്കും കായത്തിൻ്റെ പൊടിയെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാരങ്ങാ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വിനീഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. വിനീഗർ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കേടാവാതിരിക്കും. പക്ഷെ ആവശ്യമില്ല, നമുക്ക് നാരങ്ങാ നീര് മാത്രം മതി. അതിൻ്റെ പുളിപ്പ് തന്നെ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നാരങ്ങാ നീര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കും
മാങ്ങാച്ചാറ് കഴിക്കുന്ന മാതിരി തന്നെയുണ്ട്. മാങ്ങ ഇഞ്ചിയാണെന്ന് ആരും പറയില്ല കേട്ടോ. വട്ടത്തിൽ അതിൻ്റെ സൈസ് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ, അല്ലാതെ കഴിച്ച് നോക്കിയാൽ അറിയില്ല. ശരിക്കും മാങ്ങ കഴിക്കുന്ന അതേ മണവും ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ കുഞ്ഞു വീഡിയോ അല്ലേ ഇത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് ഇത് ഞാനൊരു കുപ്പിയിലാക്കി വെക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ വെക്കാം, അല്ല പുറത്ത് വെക്കണമെങ്കിൽ പുറത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.